ഞാൻ പറയാണ് നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ടി വി എടുത്ത് കളയാൻ സമയമായി. കാരണം 2 ലക്ഷം രൂപയ്ക്ക് നിങ്ങളൊരു ടി വി വാങ്ങിച്ചാലും കിട്ടാത്തത്ര ഫീച്ചേഴ്സ് എൻ്റെ ഈ പുറകിൽ കാണുന്ന ടി വി നിങ്ങൾക്ക് തരും വെറും 46,000 രൂപയ്ക്ക്. അത് മാത്രമല്ല ഈ ടി വി ഒരു വേൾഡ് റെക്കോർഡ് ഹോൾഡറും കൂടിയാണ്. ലെറ്റ്സ് സീ. ഈ കാണുന്നതാണ് കോക്ക എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ 65Y73 Pro ഒരു 4K QLED ടി വി. ശരിക്കും പറഞ്ഞാൽ 50,000 രൂപയ്ക്കകത്ത് ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ടി വി നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളത് ഞാൻ ചലഞ്ച് ചെയ്യും. ഒരു 65 ഇഞ്ചിന്റെ 4K QLED ടി വി ആണ് കോക്ക 65Y73 Pro എന്ന് പറയുന്നത്. അത് മാത്രമല്ല കോക്ക എന്ന ബ്രാൻഡ് ഒരു ഫ്രെയിംലെസ് ടി വി ആയിട്ടാണ് ഇതിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വ്യൂയിങ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് അവർക്ക് ഇതിനകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തിട്ടുണ്ട്. കോക്ക ടി വിക്കകത്ത് ക്വാണ്ടം ഡോട്ട് ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വിഷ്വൽസ് ആയിരിക്കും കാണാൻ പറ്റുന്നത്. കളർ ആവട്ടെ, കോൺട്രാസ്റ്റ് ആവട്ടെ, വ്യൂയിങ് ആംഗിൾ ആവട്ടെ, എല്ലാത്തിലും ബെസ്റ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടും. അത് മാത്രമല്ല നിങ്ങൾക്ക് ബെസ്റ്റ് എക്സ്പീരിയൻസ് തരണം, അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ ഹെൽത്ത് നോക്കണം എന്നുള്ളതും കൂടി ഈ ബ്രാൻഡ് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ കാണുന്ന ടി വിയിൽ QD-DP എന്ന് പറഞ്ഞൊരു ടെക്നോളജി ഉണ്ട്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വാണ്ടം ഡോട്ട് ടെക്നോളജി ആൻഡ് ഡിഫ്യൂഷൻ പ്ലേറ്റ്. അതായത് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റി ഔട്ട് ഓഫ് ദിസ് പ്രോഡക്റ്റ് കിട്ടുകയും ചെയ്യും. അറ്റ് ദ സെയിം ടൈം ഡ്യൂറബിലിറ്റിയും കൂടുതൽ നാൾ പോകുമെന്നുള്ള രീതിയിൽ ഉറപ്പുവരും. ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് ഒരു തരത്തിലുള്ള റിഫ്ലക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല അല്ലേ? കാരണം ഇവിടെ ആർട്ടിഫിഷ്യൽ ലൈറ്റ് 2-3 വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒന്നും റിഫ്ലക്ഷൻ വരുന്നില്ല. നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. അതിന് കാരണം ഇതിൻ്റെ അകത്തൊരു മാറ്റ് സർഫസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു തരത്തിലുള്ള റിഫ്ലക്ഷൻ ഇനി നിങ്ങളുടെ വീടിനകത്ത് കൊണ്ടുവയ്ക്കപ്പോൾ ജനാലകൾ കാണും. ആ ജനാലയ്ക്കകത്ത് നിന്ന് വരുന്ന റിഫ്ലക്ഷൻസ് ഒന്നും ഇതിനകത്ത് കാണപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടും ഏറ്റവും ബെസ്റ്റ് വ്യൂയിങ് ആംഗിൾ കിട്ടാൻ വേണ്ടിയിട്ടുമാണ് അവർ ഈ മാറ്റ് സർഫസ് ഉപയോഗിക്കുന്നത്, വിച്ച് ഈസ് വെരി ഗുഡ്. Chameleon Extreme 2.0 എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോസസ്സറാണ് ഈ ടി വിക്കകത്ത് ഉപയോഗിക്കുന്നത്. ഈ പ്രോസസ്സർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ടി വിക്കകത്തുള്ള എല്ലാ ഇൻഡിവിജ്വൽ പിക്സൽസിനെയും ഒപ്റ്റിമൈസ് ചെയ്ത് ഷാർപ്നെസ് ആണെന്നുണ്ടെങ്കിൽ ഷാർപ്നെസ്, കളർ അക്യുറസി ആണെന്നുണ്ടെങ്കിൽ കളർ അക്യുറസി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി ഡൈനാമിക് ആയിട്ട് ബാക്ക് ലൈറ്റ് ഒക്കെ എലിമിനേറ്റ് ചെയ്ത് ഫ്ലിക്കേഴ്സ് ഒന്നും വരാതെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തരും. 2024 നമ്മുടെ ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടംപോലെ ടി വി റിവ്യൂ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മറ്റ് ടെക് ചാനലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ടി വി റിവ്യൂ നമ്മൾ കൂടുതൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണ് നമുക്ക് പിക്ചർ ക്വാളിറ്റിയിൽ മാത്രമല്ല ഒരു ടി വിയുടെ എൻജോയ്മെൻറ്റ് നമുക്ക് കിട്ടുന്നത്, അതിൻ്റെ ഓഡിയോ ക്വാളിറ്റിയാണ്. ഡോൾബി അറ്റ്മോസ് എനേബിൾഡ് ആയിട്ടുള്ള സ്പീക്കേഴ്സ് ആണ് ഇതിനകത്തുള്ളത്. ആൻഡ് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അത് പെർഫോം ചെയ്യുന്നുണ്ട്. നിങ്ങൾ എപ്പോഴും 100 ലെവലിൽ വെക്കണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യൂല. 100 ലെവൽ അല്ലാതെ ഒരു 80 അല്ലെങ്കിൽ 70 ഒക്കെ ഒരു സ്വീറ്റ് സ്പോട്ട് ആയിട്ട് എനിക്ക് തോന്നി. 70 വെച്ച് കഴിഞ്ഞാൽ ടോൺ ക്വാളിറ്റി നല്ലതാണ്, നല്ല ടോൺ ക്വാളിറ്റിയാണ്, നല്ല ബേസ് ഉണ്ട്, അതുപോലെ തന്നെ നല്ല ഡൈനാമിക് ആയിട്ട് ആ ഡോൾബി അറ്റ്മോസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് നല്ല വോളിയം ഉണ്ട്. പക്ഷേ 100 വെച്ച് ടി വി കാണാനായിട്ട് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യൂല. ബട്ട് നിങ്ങൾക്ക് 100 വെച്ചാലേ കാണാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം. വളരെ സ്മൂത്ത് ആയിട്ടുള്ളത് കസ്റ്റമൈസബിൾ ആയിട്ടുള്ള ഒരു UI ആണ് നിങ്ങൾക്ക് ടി വിക്കകത്ത് കിട്ടുന്നത്. ഒരു ഗൂഗിൾ ടി വി ആയതുകൊണ്ട് തന്നെ ഗൂഗിളിന്റെ എല്ലാ രീതിയിലുള്ള ടി വി സപ്പോർട്ട്സും ഇതിനകത്ത് വരുന്നുണ്ട്. നിങ്ങളൊരു ഗെയിമറാണ്, നിങ്ങളൊരു കൺസോൾ ഇതിനകത്ത് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 60 Hz ആണ് ഇതിന്റെ റിഫ്രഷ് റേറ്റ് വരുന്നത്. അത് മാത്രമല്ല 40 watts ആണ് ഇതിന്റെ സ്പീക്കേഴ്സ്. ഡോൾബി അറ്റ്മോസ് വിത്ത് DTS ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സൗണ്ട് ക്വാളിറ്റി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ആൻഡ് നിങ്ങളിപ്പോൾ ഒരു ഫിലിം മേക്കർ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ കളർ ഗ്രേഡ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു ഫിലിം മേക്കർ മോഡുണ്ട്. ഈ ഫിലിം മേക്കർ മോഡിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്തുള്ള കളേഴ്സ് എല്ലാം വളരെ അക്യുറേറ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ എന്താണോ കളർ ഗ്രേഡ് ചെയ്യുന്നത് അത് കറക്റ്റായിട്ട് ഇതിനകത്ത് കാണാനായിട്ട് പറ്റും. ഡോൾബി വിഷൻ സപ്പോർട്ടും ഉണ്ട്, HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾ ക്വാളിറ്റിയുടെ കാര്യമാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ HLG സപ്പോർട്ടും കൂടി ഈ ടി വിക്കകത്ത് വരുന്നുണ്ട്. എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു മൈക്രോഫോൺ ഉള്ള റിമോട്ടാണിത്. അതുകൊണ്ട് തന്നെ ഈ ടി വിക്കകത്ത് വരുന്ന വോയിസ് കൺട്രോൾ നിങ്ങൾക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ചുമ്മാ നമ്മുടെ റിമോട്ട് വെച്ച് ടൈപ്പ് ചെയ്യാനൊന്നും നിൽക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സെർച്ച് ചെയ്യാനുണ്ടോ, എന്തെങ്കിലും ഓപ്പൺ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് വോയിസ് കമാൻഡ് വെച്ചിട്ട് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞായിരുന്നില്ല ഈ ടി വി നിങ്ങളുടെ ഹെൽത്തും കൂടി നോക്കുക എന്നുള്ളത്. റെയിൻലാൻഡ് സർട്ടിഫൈഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ കണ്ണിൽ ബ്ലൂ ലൈറ്റ് ഒക്കെ ഒരുപാട് കയറി വന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ നിങ്ങളുടെ കണ്ണിനെയും കൂടി പ്രൊട്ടക്ട് ചെയ്തു. കോക്കയുടെ ഈ ഒരു ടി വിക്കകത്ത് ഒരു കിടിലം ഫീച്ചറുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ എല്ലാവരും ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ നേരിട്ടുള്ള പ്രശ്നമാണ് നമ്മുടെ റിമോട്ട് കാണൂല, റിമോട്ട് തിരഞ്ഞ് നമ്മൾ ഇങ്ങനെ നടക്കും. എന്നാൽ നിങ്ങളുടെ റിമോട്ട് കളഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ ടി വി കണ്ടുപിടിക്കാൻ പറ്റും. ലെറ്റ്സ് സീ. ഇപ്പോൾ റിമോട്ട് കളഞ്ഞു പോയി എൻ്റെ കയ്യിൽ നിന്ന് ജസ്റ്റ് ടി വിയുടെ അടിയിൽ പവർ ബട്ടൺ ഉണ്ട്. പവർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. പവർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് ദാ ഇവിടെ ഫൈൻഡ് മൈ റിമോട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കും. ജസ്റ്റ് അതിലൊന്ന് ഹോൾഡ് പ്രസ് ചെയ്താൽ മതി. അപ്പോഴത്തേക്ക് എവിടെ നിങ്ങളുടെ റിമോട്ട് ഉണ്ടെന്ന് അറിയാൻ പറ്റും. നമ്മുടെ റിമോട്ടിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ ഒരു സൗണ്ട് വരും.
ജസ്റ്റ് റിമോട്ടിൽ ഏതെങ്കിലും ഒരു കീ അമർത്തപ്പോൾ ആ സൗണ്ടൊക്കെ മാറും. കിട്ടുള്ള ഫീച്ചർ. ഇതൊരു ഫീച്ചർ അല്ല, ഈ ടി വിയുടെ ഒരു പ്രത്യേകതയാണ്. ഒരു സിംഗിൾ പ്ലാറ്റ്ഫോമിൽ 57,000 യൂണിറ്റ് ഒരു ദിവസം വിറ്റ് പോയതിന് ഗിന്നസ് വേൾഡ് റെക്കോർഡുള്ള ഒരു ടി വി കൂടിയാണ്. സോ അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടി വി കിട്ടുന്നു എന്നുള്ളതാണ് സാരം. ഈ ഒരു ടി വി നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് അവൈലബിൾ ആണ്. 45,999 രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല 12 മാസത്തെ നോ കോസ്റ്റ് EMI അവൈലബിൾ ആണ്. എൻ്റെ എക്സ്പീരിയൻസ് ടോട്ടലി ഈ ഒരു ടി വി വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ മാറ്റ് സർഫസ് എന്ന് പറയുന്നത്, ഒരു മാറ്റ് ടി വി നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് എത്രത്തോളം ഗുണം ചെയ്യുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കാരണം പ്രോപ്പർ ആയിട്ട് ഇതിനകത്തുനിന്ന് വരുന്ന കളേഴ്സ് എല്ലാം നിങ്ങൾക്ക് പക്കയായിട്ട് കിട്ടും. ഒരു തരത്തിലുള്ള റിഫ്രാക്ഷൻസും കാണില്ല, റിഫ്ലക്ഷൻസും കാണില്ല, ഭയങ്കര നീറ്റും ക്ലീനും ആയിരിക്കും. ആൻഡ് ഈ ഒരു ടി വി ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അടുത്ത് നിന്ന് കണ്ടു കഴിഞ്ഞാലും നമ്മുടെ കണ്ണിന് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളുണ്ടാവേ സ്ട്രെയിൻ ഒന്നും വരത്തൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ എക്സ്ട്രീം ലെവലിൽ എടുത്തുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറുമായിട്ട് ഈ ടി വി കണക്ട് ചെയ്തതിന് ശേഷം എഡിറ്റിംഗ് ടൈം ലൈനോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കളേഴ്സ് നോക്കാനോ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കോക്ക ടി വിയുടെ വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. എനിക്ക് തൊണ്ട വയ്യാത്തതുകൊണ്ടാണ് സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്തൊരു ടെക്നോളജി വീഡിയോയിൽ വീണ്ടും കണ്ടുപിടുന്നതായിരിക്കും.